ഇവരുടെ വിഷമങ്ങൾ നമ്മൾ പല വീഡിയോസ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷങ്ങളും വീഡിയോസ് ആക്കി ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കണ്ടൻ്റാണ്. പ്രവീൺ, പ്രണവ്, മൃദുല വിഷയത്തിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ അവരുടെ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് വരുമ്പം ആ മൊമെൻ്റ് നമ്മൾ വീഡിയോ ചെയ്യണം. കാരണം നമ്മൾ സാധാരണ ഇപ്പോഴും അവരുടെ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുന്നു, കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, ചേരി തിരിഞ്ഞ് അടി ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ പ്രവീണിൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടിൻ്റെ ടൈമിൽ പ്രവീണിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നു. പക്ഷെ കൊച്ചു വരുന്നില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. നമ്മൾ അതിനകത്തും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ എന്താണെങ്കിലും പ്രവീണിൻ്റെയും മൃദുലയുടെയും ഭാഗം അവർ വളരെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ കൊച്ചിനിട്ട പേരും, അതായത് ദർശിത് പ്രവീൺ എന്നാണ് പേര്, അൻപ് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കൊച്ചു ഇട്ട പേരാണ് അൻപ് എന്നുള്ളത്. ഉണ്ടാകുന്നത് ആൺകുട്ടിയാണെങ്കിൽ അൻപ് എന്ന് വീട്ടിൽ വിളിക്കാനാണ് ഇഷ്ടം എന്ന് കൊച്ചു പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ആ പേരിട്ടത് എന്ന് അത് പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അച്ഛനെയും അമ്മേനെയും പ്രവീണിനെയും മൃദുലേനെയും കുട്ടീനെയൊക്കെ കണ്ടപ്പം ആരാണെങ്കിലും, കാരണം ഇവരുടെ വിഷയങ്ങളിൽ ഇത്രത്തോളം ഇടപെടുകയും അങ്ങനെ മാനുവൽ ഇടപെട്ടുന്നല്ല കേട്ടോ, നമ്മൾ വീഡിയോസിലൂടെ ഇടപെടുകയും അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇപ്പം എത്ര മാസം, 1 മാസത്തോളം ആയോ അറിയില്ല. എന്താണെങ്കിലും ഭയങ്കരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അവരുടെ ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള ഒരു മൊമെൻ്റ് കാണുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയില്ല. കണ്ണ് നിറഞ്ഞു പോകുന്നു ഉദ്ദേശിക്കുന്ന ഭയങ്കര ഒരു സന്തോഷം തോന്നും. കാരണം കുറേ പേര് പറഞ്ഞു അച്ഛനെയും അമ്മേനെയും വിളിക്കൂല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കുറേ പേര് അല്ലാതെ കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട്. അത് അവരുടെ വീഡിയോൻ്റെ അടിയിലല്ല കേട്ടോ, വേറെ ആൾക്കാരുടെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട്. പ്രവീണും മൃദുലയും അച്ഛനെയും അമ്മേനെയും ഒന്നും വിളിച്ചിട്ടില്ല, പക്ഷെ നാട്ടുകാർ എന്ത് പറയുമെന്ന് കരുതി അവർ പോയിട്ടുണ്ട് സ്വർണ്ണമൊക്കെ മേടിച്ചുകൊണ്ടെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതിനകത്ത് പ്രവീൺ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഉണ്ടാകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചു. അവരെന്തൊക്കെ ഉണ്ടെങ്കിലും അവർ മകൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടിന് വന്നു, അതിനകത്ത് പങ്കെടുത്തു. ആ അമ്മ കൊച്ചിനെ എടുത്തു, ഉമ്മ വെക്കുന്നു. എന്താണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്രയും നാൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ എന്തൊരു കംപ്ലീറ്റ്നെസ് ഇല്ലാത്ത പോലെയായിരുന്നു. അത് പലരും അതിൻ്റെ അടി കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ 4 പേരും കൂടി 5 പേരും കൂടി ഒരുമിച്ചുള്ള ഒരുപാട് വീഡിയോസ് പണ്ടിട്ടുകൊണ്ടിരുന്നു. ഇപ്പം കൊച്ചുവിൻ്റെ വീഡിയോയിൽ അവർ 3 പേരും, പ്രവീണിൻ്റെ വീഡിയോയിൽ ഇവർ 3 പേരും, ബാക്കി ആരുമില്ല. പക്ഷെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക, ഒരു അടിപൊളി ഫീലിംഗ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചു എവിടെ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ കൊച്ചുവിന് പരിപാടിക്ക് വന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കൊച്ചു എന്തായാലും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം വീഡിയോസിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ വീഡിയോയിൽ വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് വരാത്തതാണോ എന്നറിയില്ല. പക്ഷെ എന്നത് പ്രവീൺ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും വന്നിട്ടുള്ള കാര്യം മാത്രമാണ് പ്രവീൺ പറയുന്നുള്ളൂ. എന്താണെങ്കിലും അതിനകത്ത് മൃദുലയും പറയുന്നുണ്ട് കൊച്ചു ഇട്ട പേരാണ് അൻപ് എന്നുള്ളത്. അത് തന്നെ നമ്മളും ഇട്ടു. അപ്പം സ്നേഹമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണ്, അമ്മയാണ്, അനിയനാണ്, ചേട്ടനാണ്, ചേട്ടൻ്റെ ഭാര്യയാണ്, ചേട്ടൻ്റെ കൊച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിമിഷത്തെ കയ്യബദ്ധത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അറിയില്ല കേട്ടോ എന്താ സംഭവം എന്നറിയില്ല. എന്താണെങ്കിലും പക്ഷേ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കരമായ ഒരു സന്തോഷം. നെഗറ്റീവ് കമൻസുകളൊന്നും ഈ വീഡിയോയ്ക്ക് അധികം കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇവരുടെ ആ ഡെലിവറി തൊട്ടുള്ള വീഡിയോസിന് മൊത്തം എല്ലാത്തിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നുകൊണ്ടിരുന്നൊരു സംഭവമാണ്. പക്ഷേ അവർ അതിന് അവർ അതിന് യൂസ്ഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നൊരു ഫാമിലി ആയിരുന്നു. പെട്ടെന്ന് മറ്റ് ഫാമിലിയിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കരമായ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. അപ്പോഴത്തേനും കുറേ ആൾക്കാർ ചേരി തിരിയുന്നു, ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നു. പക്ഷേ അതിജീവിച്ച് അവർ സ്ഥിരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു അവരുടെ പാറ്റേണിൽ. പക്ഷേ ഇപ്പം വന്ന് ആൾക്കാർ ഓൾറെഡി പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ തുടങ്ങും. പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിനകത്തേക്ക് പോകും. അപ്പം ഒരു ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത അവരുടെ പാലുകാച്ചലാണ്. അതിനിപ്പം കൊച്ചോ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്നില്ലെങ്കിൽ അത് മറ്റൊരു വിഷയമാകും. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ അതെടുത്ത് റിയാക്ട് ചെയ്യും. അപ്പം കമൻസ് കണ്ടു. അപ്പം
കമൻറ്റ് ഇടുന്നവരെ നമ്മൾ അങ്ങനെ ഓവർ നെഗറ്റീവ് ഇടുന്നവരെയാണെങ്കിൽ അവർ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം നെഗറ്റീവ് കമൻറ്റ്സ് അവർക്ക് വരാതിരിക്കണമെങ്കിൽ അവർക്ക് എന്താണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പം ആൾക്കാർ പറയാനുള്ളത് പറയട്ടെ, ആൾക്കാർ അവരുടെ അഭിപ്രായം പറയട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിടാതെ ഓൺ ആക്കിയിടുന്നത്. പിന്നെ ആൾക്കാരാണെങ്കിലും എന്താണെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയം കിട്ടുമ്പോൾ പത്രക്കാരങ്ങനെയാണല്ലോ, ഒരു വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയം കിട്ടുമ്പോൾ അതിനകത്തേക്ക് ചാടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരും ഈ വിഷയം കഴിഞ്ഞ് അടുത്തൊരു വിഷയം കിട്ടുമ്പോൾ അതിനകത്തേക്ക് ചാടും. ഇനിയിപ്പോൾ ഇവരുടെ ഒരു ഫാമിലി വ്ളോഗ്സായി, മറ്റവരുടെ ഫാമിലി വ്ളോഗ്സായി, അവരിനി ആ വഴിക്ക് അങ്ങ് പോവുകയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് കൊച്ചുവിൻ്റെ ചാനലിലാണ് പിന്നെയും വെയിറ്റ് കുറഞ്ഞു, മുടി നീട്ടുവാണ്, മുടി വെട്ടാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊച്ചുവിൻ്റെ വ്ളോഗാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും കൊച്ചുകൊണ്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ എന്തോ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം അത്. ഇനിയിപ്പോൾ അടുത്തത് പാലുകാച്ചലാണ്. നേരത്തെ പറഞ്ഞ പോലെ പാലുകാച്ചലിന് ഇനിയിപ്പം ആരൊക്കെ വരും, ആരൊക്കെ വരില്ല. പിന്നെ ഇതിനകത്ത് കുറേ പേര് പറയുന്ന നെഗറ്റീവ് കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഈ പ്രവീണ് കൊച്ചിനെ എടുത്തുകൊണ്ട് അച്ഛനെയും അമ്മേനെയും കാണിക്കാൻ പോകുമ്പം അമ്മ കൊച്ചിനെ എടുത്ത് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്, പക്ഷേ അച്ഛൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ്റെ മനസ്സെന്നുള്ള രീതിയിൽ മകനുമായിട്ട്, അതായത് തന്നോളം എത്തിയ ഒരു മകനുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാകും എപ്പോഴും. കാരണം പുള്ളി പണിയെടുത്തിട്ടാണ് ഈ 2 പിള്ളേരെയും വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് പുറത്ത് കാണിക്കുകയോ ഇല്ല. സ്വാഭാവികമായിട്ടും സാധാ ഒരു അച്ഛന്മാരാണെങ്കിൽ തന്നെ, കുറച്ച് വീട്ടിൽ ശാട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന അച്ഛന്മാരാണെങ്കിൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കുക. പിന്നെ ഇത്രയും പ്രശ്നങ്ങളും കൂടി നടക്കുമ്പം ഉറപ്പായിട്ടും ആ കൊച്ചിനെ നിന്ന് എടുക്കണം, കൊച്ചിനെ ഒന്ന് ഉമ്മ വെക്കണം എന്നൊക്കെ ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ, അതിനുശേഷം ഉണ്ടാവും, അതും പറയാൻ പറ്റില്ല. പക്ഷേ ആൾക്കാർ പറയുന്നത് മൈൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടു. പക്ഷേ ഇത്രയും ഒരു ക്യൂട്ടായിട്ടുള്ള, നൈസായിട്ടുള്ള, സ്വീറ്റായിട്ടുള്ളൊരു മൊമെൻ്റ് നടക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഞാൻ ഒട്ടും ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇവരുടെ വിഷമങ്ങൾ നമ്മൾ പല വീഡിയോസാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷങ്ങളും വീഡിയോസാക്കി ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കണ്ടൻറ്റാണ്, എല്ലാം കണ്ടൻറ്റാണ്. അവർക്ക് അത് കണ്ടൻറ്റാണ്. അവരുടെ പ്രസവം, അവരുടെ തല്ലും വഴക്കും, അവരുടെ കാര്യങ്ങൾ, അവർ വീട് മേടിക്കുന്നത്, അവരുടെ നൂലുകെട്ട്, അതൊക്കെ അവർക്ക് കണ്ടൻറ്റാണ്. അപ്പോൾ അവരിത് കണ്ടൻറ്റാക്കുമ്പോൾ നമുക്കും ഇതൊക്കെയാണ് നമ്മുടെ കണ്ടൻറ്റുകൾ. നമ്മളിത് കാര്യങ്ങൾ കണ്ടൻറ്റാക്കും. ഞാനപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതൊന്നും വേണ്ട, റിയാക്ഷൻ വീഡിയോസൊക്കെ നിർത്താം, ഫാമിലി വ്ളോഗ്സ് ചെയ്യാം. പക്ഷേ വ്യൂസ് ഇല്ല നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത ആൾക്കാർ കാണണം, ആൾക്കാർ കണ്ട് അതിൽ നിന്ന് റവന്യൂ കിട്ടും. അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ നമ്മൾ കാണാൻ കണ്ടൻറ്റുള്ള സാധനം എടുത്തിടും. പക്ഷെ നമ്മൾ ആരെയും ഒരു രീതിയിലും അത്ര ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഒരു വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും ഉദ്ദേശമില്ല. അപ്പം ഭയങ്കര സ്വീറ്റായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു, അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. എന്താണെങ്കിലും സൂപ്പർ വീഡിയോ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു.